നമസ്കാരം, ടെക് ട്രാവലേറ്റിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണൂരിലെ ബെതാനിയ എന്ന് പറഞ്ഞ ഒരു ഓർഫനേജ് ഉണ്ട്. നമ്മുടെ കാത്തലിക് CSI ചർച്ചിൻ്റെ കീഴിലുള്ള ഒരു ഓർഫനേജാണ്. ഞാനിവിടെ ആക്ച്വലി കണ്ണൂരിൽ വന്നപ്പോഴത്തേക്കിനും നമ്മളിവിടെ ഒരു 200 വർഷത്തോളം പഴക്കമുള്ള ഒരു പള്ളിയൊക്കെ ഉണ്ട് ഇവരുടെ CSIയുടെ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഓർഫനേജിൽ വെച്ചിട്ട് ഒരു കൂട്ടം ആളുകൾ നമ്മളോടൊപ്പം ചേർന്ന് ഒരു ചെറിയ രീതിയിലുള്ളൊരു ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തുന്നുണ്ട്. ക്രിസ്മസ് ഒക്കെ വരുന്നതേ ഉള്ളൂ, എന്നിരുന്നാലും അതിന് മുന്നേ ഉള്ളൊരു അഡ്വാൻസ്ഡ് ക്രിസ്മസ് സെലിബ്രേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാനും കൂടാം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കുട്ടികൾ ഇവിടെ ഒരു 22 പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികളുടെ ഒരു അനാഥാലയമാണ്. അപ്പോൾ നമ്മൾ പെൺകുട്ടികൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നത്. അതാണ് ഇവിടെ ശ്വേതയും നമ്മുടെ അച്ഛന്റെ വൈഫാണ്. ശ്വേത, പാക്കിംഗ് കഴിഞ്ഞോ? ഇനി കുറച്ചുകൂടെ ഉണ്ട്. എന്തൊക്കെ നമ്മൾ ചോക്ലേറ്റ്സ് ഇടാനുണ്ട്. എന്തൊക്കെ വാങ്ങിച്ചു? ഇപ്പൊ ഒരു കവറിനകത്ത് ഇട്ടൊന്ന് കാണിച്ച്. വളരെ ചെറിയ സാധനങ്ങളാട്ടോ, വലിയ ഹൈഫൈ സംഭവങ്ങളൊന്നുമല്ല. നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ. മുത്തുമാല, ഒരു ക്യൂട്ട് ഒരു വള, പിന്നെ ഒരു സ്മൈലി കമ്മല്, പിന്നെ കുറച്ച് സ്വീറ്റ്സും അതേപോലെ തന്നെ ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പാക്ക് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾ കൊണ്ട് കൊടുക്കാം. അത് മാത്രമല്ല ഇവിടെ ഒരു ചെറിയ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് ടെക് ട്രാവലേറ്റിൽ. ഇവിടെയുള്ള പ്രിയ മക്കളോട് ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചത്. അത് നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് അലക്സ് കൊടുക്കുന്ന തിരുമേനിയുണ്ട്. മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അതാണ് ദൂതൻ പാടിയത്. ഈ മഹാസന്തോഷം എന്ന് പറയുന്നത് ആർക്ക് കിട്ടാത്തതായിരിക്കുന്ന ഒരു സന്തോഷമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മിസ്സസ് ശ്വേതാഭക്തൻ രണ്ടുപേരൊക്കെ എഴുതിയിരുന്നാൽ എല്ലാവരും കാണാനായിട്ട്. താങ്ക് യു. അദ്ദേഹം ട്രാവലർ ബ്ലോഗിന്റെ ഒരു മീഡിയ റൈറ്ററാണ്. മീഡിയ മാധ്യമങ്ങളിൽ കൂടെ പ്രവർത്തിക്കുന്ന ഒരു മാന്യലേഖമാണ്. സെന്റ് ജോർജ് ദേവാലയം ഇന്ന് എഴുതിയിരിക്കുകയാണ് ഗവൺമെന്റിന്റെ പുരാവസ്തു ഗവേഷണത്തിന്റെ ഭാഗത്തിലേക്ക്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ലേഖനങ്ങളും കാര്യങ്ങളും വിവരങ്ങളും വളരെ മീഡിയയിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഒരു പബ്ലിക് സെലിബ്രിറ്റിയാണ് അദ്ദേഹവും ഭാര്യയുടെ കടന്നു വന്നപ്പോൾ ഇന്ന് ഈ കൂട്ടായ്മയിലൂടെ കടന്നു വന്ന് നമ്മയൊക്കെ ഒന്ന് കാണാം എന്ന് അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ അമ്മ ഗീത ഭക്തൻ എന്നിവരുടെ ജന്മദിനം കൂടിയാണ്. അപ്പോൾ ഈ യേശുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ആളിന് അമ്മയുടെ ജന്മദിനം കൂടിയാണ്. അപ്പൊ ആ ജന്മദിനം ഇവിടെ ആഘോഷിക്കുന്നതിൽ നമ്മുടെ മധ്യത്തിലും നമ്മോട് കൂടെ വന്നിരിക്കുന്ന അദ്ദേഹത്തിനും മിസ്സിസ് ശ്വേതയ്ക്കും ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ പേരിൽ ഹാർദവമായിരിക്കുന്ന സ്വാഗതം അർപ്പിക്കും. 9-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇവിടുത്തെ സീനിയർ മോസ്റ്റ് എന്ന് പറയപ്പെടുകയും ചെയ്യുന്ന സ്നേഹബഹുമാനപ്പെട്ട സാമുവൽ കുടക്കലച്ച, ഇന്നത്തെ വിശിഷ്ട അതിഥികളായി വന്നിരിക്കുന്ന സുജിത്ത്, ശ്വേത, പിന്നെ പഴങ്ങടച്ച, മറ്റ് വൈദികരെ, സ്നേഹമുള്ള സഹോദരങ്ങൾ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ. പാക്കിംഗ് കഴിഞ്ഞായിരുന്നോ? പാക്കിംഗ് കഴിഞ്ഞു. ലാസ്റ്റ് ആയിട്ട് ഞാൻ എന്തോ ചെയ്യാന്ന് വെച്ചാ ഒന്ന് ചെക്കിംഗ് എല്ലാം ഉണ്ടല്ലോ എന്നുള്ളത്. ഓക്കെ, ശരി. ഇപ്പോ അതൊന്ന് അങ്ങനെ വെച്ചാൽ കൊടുത്താൽ മതി. അതിനകത്തങ്ങ് ഇട്ടാൽ മതി, എന്നിട്ട് അവിടെ കൊണ്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാണല്ലോ, വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ നമ്മുടെ രാജു അച്ഛനോടൊപ്പം കണ്ണൂരിൽ വന്ന് താമസിച്ചത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് രാജു അച്ഛനോടൊപ്പമാണ് ഇവിടെ താമസിച്ചത്. അദ്ദേഹം വികാരിയായിട്ട് ജോലി ചെയ്യുന്ന 200 വർഷം പഴക്കമുള്ള പള്ളിയുടെ വീഡിയോ നമ്മൾ കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കുറേയധികം കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിനൊപ്പം പാഴ്സണേജിൽ താമസിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ വൈഫുമാണ് അവിടെ താമസിക്കുന്നത്. ഞാൻ ശ്വേതയും കൂടെ ഞങ്ങൾ രണ്ടുപേരും 3 ദിവസമായിട്ട് അവിടെ താമസിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന പോലെ നാളെ നമുക്കൊരു പരിപാടിയുണ്ട്. ഇവിടെ അടുത്തുള്ളൊരു ഓർഫനേജ് ഉണ്ട്, അവരുടെ പള്ളിയുടെ വക ഒരു ഓർഫനേജ് ഉണ്ട്.
അപ്പോൾ ഈ ഓർഫനേജിൽ ഒരു 20-22 പേരായിട്ടുള്ള കുട്ടികൾ, കൊച്ചു കുട്ടികളാണ്, 5 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള പെൺകുട്ടികളാണ്. അപ്പോൾ അവിടെ ഈ പള്ളിയിൽ നിന്നും റിട്ടയർഡായ വികാരി അച്ഛന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ചെറിയൊരു മീറ്റപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് പേരേ ഉള്ളൂ, 6-7 പേരേ ഉള്ളൂ. അവരുടെ ഒരു ക്രിസ്മസ് ആഘോഷം കുട്ടികളോടൊപ്പം ചേർന്ന് നടത്തുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരു സന്തോഷമാകുന്ന തരത്തിലൊരു പരിപാടി നടത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വെച്ചാൽ എന്നൊരു കാര്യം ചെയ്യാം, ഞാനും വരാം, നമുക്കും കൂടെ അതിൻ്റെ കൂട്ടത്തിലൊരു ഭാഗമാകാമല്ലോ എന്ന് പറഞ്ഞ് ഇന്നത്തെ ഷൂട്ടിങ്ങും പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്ത് ഞാനും ശ്വേതയും കൂടെ അച്ഛനോടൊപ്പം രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ടല്ലോ. ഐ സോ എ ജർമ്മൻ ലേഡി ഓവർ ഹിയർ. ഒരു ജർമ്മനിയിൽ നിന്ന് വന്ന് ഇവിടെ ഒരു വർഷമായിട്ട് ഇവിടെ ഓരോ വർഷം ഇങ്ങനെ മാറി മാറി അവിടെ നിന്ന് ആളുകൾ വരും അത്രേ. അവരിവിടെ വന്നിട്ട് ജസ്റ്റ് കുട്ടികളുമായിട്ട് ഇവിടെ താമസിക്കുന്നു, ഇൻട്രാക്ട് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കുന്നു, അവരെ അത്യാവശ്യം ഇംഗ്ലീഷും പരിപാടികളൊക്കെ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവരോട് കുറേയധികം നേരം സംസാരിക്കുകയുണ്ടായി. അവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും അതേപോലെ തന്നെ അവരവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സ്കൂളിങ് കഴിഞ്ഞിട്ട് അവരിവിടെ വന്നു, ഒരു വർഷം ഇവിടെ ഇങ്ങനെ ഇതുപോലെ സംഭവങ്ങളൊക്കെ ആയിട്ട് നിന്നിട്ട് ഇതിന് ശേഷം തിരിച്ച് പോയിട്ട് ബാക്കി അവരുടെ പഠിത്തം കണ്ടിന്യൂ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. ശരിക്കും അവർ പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടൊരു സംഭവം അറിയാം. ഞാൻ എൻ്റെ സ്കൂളിങ് കഴിഞ്ഞിട്ട് ഞാൻ അമേരിക്ക മുഴുവൻ യാത്ര ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്രേ, ഒരു വർഷം. അങ്ങനെ ഏതൊക്കെയോ അവിചാരിതമായിട്ട് ആരുടെയോ അടുത്തെത്തി ഇതുപോലെയുള്ള ഇവിടെ വന്ന് ഇന്ത്യയിൽ വന്നിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം, ഇതേപോലെയുള്ള ഓർഫനേജുകളിലും മറ്റുമൊക്കെ ആയിട്ട് ഒരു വർഷത്തോളം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ടത്രേ. അപ്പം അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ എത്തിപ്പെട്ട് അവരുമായിട്ട് ചേർന്നാണ് അവർ ഇപ്പോൾ ഇന്ത്യയിൽ വന്നതും. ഇതിനു മുമ്പ് എവിടേക്കോ 1-2 സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 3 മാസമായിട്ട് ഇവിടെ അവർ നിൽക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു. അപ്പം എന്തായാലും വന്നതുകൊണ്ട് നമുക്ക് കുറേയധികം കാഴ്ചകൾ കാണാൻ സാധിച്ചു. ഇവിടെയുള്ള കുട്ടികൾ അവരുമായിട്ട് കുറച്ച് സമയം നന്നായിട്ട് ചിലവഴിക്കാൻ സാധിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ആ ഗിഫ്റ്റ് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് ആട്ടോ, കാര്യമായിട്ടൊന്നുമില്ല, ഒരു മാലയും പിന്നെ മോതിരം, കമ്മൽ, പിന്നെ കുറച്ച് മിഠായി, സ്വീറ്റ്സ്, ബിസ്ക്കറ്റ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ പെട്ടെന്ന് പോയി തരപ്പെടുത്തിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഇപ്പോൾ കേക്ക് മുറിക്കാനായിട്ട് പോകും. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് അത് ചെറുതായിട്ടൊന്ന് കൊടുക്കാം. അപ്പോൾ എന്തായാലും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം എൻ്റെ അമ്മയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പം ഞാൻ വീട്ടിലില്ലാതായിപ്പോയി അമ്മയോടൊപ്പം ചിലവഴിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഉള്ളപ്പം ഇങ്ങനെയെങ്കിലും എനിക്ക് വന്ന് ആഘോഷിക്കാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇതാണ് നമ്മുടെ സുനീഷ് ചേട്ടനാണ് കണ്ണൂരിൽ നമ്മുടെ ഓൾ ഇൻ ഓൾ കാര്യങ്ങൾ അല്ലേ. നമ്മുടെ അച്ഛൻ്റെ റൈറ്റ് ഹാൻഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ആണോ അങ്ങനെയൊക്കെ വേണേൽ പറയാം. അങ്ങനെയൊന്നും വേണ്ട. അതാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് പാക്കപ്പായി. ശ്വേത ഓൾ ഡൺ? ഓക്കെ, ഒരെണ്ണം എക്സ്ട്രാ എടുത്തോളൂ. ഡാൻസ് ആദിത്യ എന്ന് പറഞ്ഞ കുട്ടിയുടെ കരുണയായി കടലിലും കണ്ടു, വസനമായി തിരനിലും കണ്ടു.